ശശികല അമ്മച്ചി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തില് നന്ദഗോവിന്ദൻ ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്ന് പറഞ്ഞിട്ട് ആരും വലിയ മൈൻഡൊന്നും കൊടുക്കണ്ട. ചൂട് കാലത്ത് പാമ്പുകൾ മാളത്തുനിന്ന് പുറത്തിറങ്ങൂലേ, അത്രന്ന് വിചാരിച്ചാൽ മതി. വേറെ കുറെ ടൈമുകളുണ്ട് ചേച്ചിയുടെ വാക്കും കേട്ടിട്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കേരളത്തിലെ ഇന്ന് നമ്പർ 1 ഭജൻ ടീമായ നന്ദഗോവിന്ദൻ ഭജൻസ് അമ്പലത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം പാടിയതിനെ പറ്റി അവരിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആ വീഡിയോക്ക് താഴെ വന്ന കമന്റ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനം പാടിക്കുമോ, മുസ്ലിം പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനം പാടാൻ സമ്മതിക്കുമോ എന്നൊക്കെ. ഈ കമന്റ് പറയുന്നവരൊരു കാര്യം മനസ്സിലാക്കണം, ഇത് UP ഗുജറാത്തോ ഒന്നുമല്ല, ഇത് കേരളമാണ്. കേരളം ഈ കാര്യത്തിൽ നമ്പർ 1 ആണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ക്രിസ്ത്യൻ പള്ളിയിൽ പാടുമോ എന്നല്ലേ ചോദിച്ചത്, ഇതാ കണ്ടോ. മുസ്ലിം പള്ളിയിൽ ചെയ്യുമോ എന്നല്ലേ ചോദിച്ചത്, എന്നാ ഇതാ കണ്ടോ പള്ളി നേർച്ചയില് ദഫ് പാടിട്ട് ഡാൻസ് കളിക്കുന്നത്. ഇതൊക്കെ തകർക്കാൻ പല വിഷങ്ങളും ശ്രമിക്കൂ, എന്നാൽ അതിലൊന്നും ഈ നാട് നശിക്കൂല. യേശുദാസ് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ മണ്ണിലാണ് ഈ ശശികലയുടെ റോള് കളി.